ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നലെ അവസാനം പറഞ്ഞു തീർത്തത് ഇപ്പം സമയം എന്ന് പറയണത് 22:40 16 ജൂൺ 16 22:40 10:40 PM ആയി സമയം. ഈ ചൊവ്വാഴ്ചയാണ്. നാളെ രാവിലെ 6:30-ക്കാണ് അർജൻറ്റീനയുടെ കളി. അർജൻറ്റീനയ്ക്ക് കളിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തിട്ടത്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം. ഇന്നലത്തെ ഇത് ശരിക്കും പറഞ്ഞ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇവരുടെ കളിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ബ്രസീൽ വേഴ്സസ് ഈജിപ്ത് മാച്ച് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാനായിരുന്നു. ഇന്നലെ അവസാനമായിട്ട് വ്ളോഗിൽ ഇന്നലെ രാത്രി 11:30-12 മണിയായപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഒരു 12 മണി 11 മണി 11:30 11:45 12 മണിയായപ്പോഴത്തേക്കും ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൽ പറഞ്ഞതെന്ന് പറയണം കേപ്പ് വെർഡെ സ്പെയിനിൻ്റെ മാച്ചിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. കേപ്പ് വെർഡെ സ്പെയിനിൻ്റെ മാച്ചിൻ്റെ റിവ്യൂ പറഞ്ഞു. ആ റിവ്യൂവിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ കേപ്പ് വെർഡയുടെ ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് ചെയ്തു. അയാളുടെ ലൈഫ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പിംഗ് ആണത് ചെയ്തത്. ഇനി 2 ദിവസം പോലും ആ കളിയിൽ സ്പെയിൻ കളിച്ചിരുന്നെങ്കിൽ ഒരു ഗോൾ പോലും ആ സ്പെയിനിന് അടിക്കാൻ പറ്റില്ലായിരുന്നു. അത്രത്തോളം നല്ല രീതിയിലാണ് അയാൾ ഗോൾ കീപ്പിംഗ് ചെയ്തത്. അതുമാത്രമല്ല, ആ ടീമിൻ്റെ ഡിഫെൻഡിങ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഡിഫെൻഡിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ വ്ളോഗ് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ആ വ്ളോഗ് ഇട്ടു. ഏത് വ്ളോഗ്? സ്പെയിന് കേപ്പ് വെർഡയുടെ വ്ളോഗ് ഇട്ടു. അത് കഴിഞ്ഞ് 12 മണിയായപ്പോഴത്തേക്കും എന്തോ എനിക്ക് അറിഞ്ഞൂടെ ഭയങ്കരമായിട്ട് ഉറക്കമൊന്നും വരാത്തത് കാരണം എനിക്കാകെ മൊത്തം ശല്യം. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനലിലൂടെ അമ്മയുടെ സാംസങ് മൊബൈലിൻ്റെ യൂട്യൂബിലൂടെ ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി. പണ്ടത്തെ ഞാൻ 2021 കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ ഞാൻ മറ്റേ ഫിഫയിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ടെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാനിങ്ങനെ ഞാനൊരു 12:30 മുതൽ ഒരു 2:30 വരെ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഉറക്കം വരാത്തപ്പോഴത്തേക്കും അമ്മയുടെ മൊബൈൽ എടുത്തിട്ട് ഞാൻ പണ്ടത്തെ ഫിഫയിലെ FIFA 15 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ FIFA 15 ഇതിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ആ മാച്ചസ് എന്ന് പറയുന്നത് FIFA 15 ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. FIFA 15 ഞാൻ കളിക്കാറുണ്ടായിരുന്നു. 2021 ജാനുവരിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 25 ഒക്ടോബർ വരെ ഞാൻ കളിച്ചു. അപ്പോൾ മെയിനായിട്ട് ഞാൻ കളിച്ചതെന്ന് പറയുന്നത് ഞാൻ ഹുബ്ലിയിലായിരുന്നപ്പോഴത്തേക്കും കേരള എറ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പോർച്ചുഗലിൻ്റെ യൂറോ 2016 കരിയർ മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കളിച്ചായിരുന്നു അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അതിലെ കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ തന്നെ ഇട്ടത് പണ്ട്. അതൊരു 2:30 AM 16 ജൂൺ 2026 2:30 AM വരെ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ഉറക്കം വരാത്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ബെൽജിയം വേഴ്സസ് ഈജിപ്ത് മാച്ചുണ്ട്. ഞാൻ എന്തായാലും സ്പെയിനിൻ്റെ ജേഴ്സി ആയിട്ടിരുന്നത്. അത് ലാമിൻ യമാലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ലാമിൻ യമാലിനെ അവസാന നിമിഷം ഇറക്കിയത്. അത് കാരണം ആൾക്ക് ഗോൾ അടിക്കാനോ അയാൾക്ക് കൊണ്ട് 8 മിനിറ്റിന് എന്ത് പറ്റണോ ആ ചെറുക്കനെ കൊണ്ട് അത് ആ ചെറുക്കൻ ചെയ്തു. പിന്നെ സമയം ഒരു 12:30 മുതൽ 2:30 വരെയുള്ളൊരു മാച്ച് ഉണ്ടായിരുന്നു. FIFA വേൾഡ് കപ്പിലെ 14ാമത്തെ മാച്ച്. അത് ബെൽജിയം വേഴ്സസ് ഈജിപ്ത് മാച്ചാണ്. ആ ബെൽജിയം വേഴ്സസ് ഈജിപ്ത് മാച്ചിൻ്റെ ഉള്ളിൽ ബെൽജിയവും ഈജിപ്തും നല്ലോണം കളിച്ചു. അതിൽ ബെറ്ററായിട്ട് കളിച്ചെന്ന് പറയുന്നത് അണ്ടർഡോഗ്സ് ആയിട്ട് വന്നിരുന്നത് ഈജിപ്തായിരുന്നു. ഈജിപ്തിൻ്റെ മെയിൻ സ്റ്റാർസ് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് സാല, അതുപോലെ തന്നെ ഒമർ മാമൂഷ്, ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലെ മെയിൻ പ്ലെയറാണ്. ഒമർ മാമൂഷ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അത് മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഇപ്പോഴത്തെ മെയിൻ പ്ലെയറാണ്. അവരൊക്കെയാണ് മെയിനായിട്ട് കളിച്ചത് ഈജിപ്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് തിബോത്ത് കോർട്ടുവ. കുറേ കാലമായി, ഒരു 20 വർഷത്തോളമായി കളിക്കണം അയാൾ. 15 വർഷത്തോളം ഫുട്ബോൾ കളിച്ച എക്സ്പീരിയൻസ് ഇല്ല. 40 വയസ്സം കണ്ടു അയാൾക്ക്. അപ്പോൾ തിബോത്ത് കോർട്ടുവ ആയിരുന്നു ബെൽജിയത്തിലെ മെയിൻ ഗോൾ കീപ്പർ. പിന്നെ കെവിൻ ഡി ബ്രൂൻ എന്ന് പറയുന്ന ഫേമസ് പ്ലെയർ ഉണ്ട്.
ഇപ്പോൾ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം കെവിൻ ഡി ബ്രൂയിന് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടിട്ട് നപ്പോളിയിൽ ചേർന്നു. നപ്പോളിക്ക് വേണ്ടി കളിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റൊമേലു ലുക്കാക്കു എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. റൊമേലു ലുക്കാക്കു എന്ന് പറയുന്ന പ്ലെയർ ആളെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയത്. ആൾ ഇറങ്ങിയ വഴി നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഞാനപ്പോൾ 12:30 ഒരു രാത്രി 16 ജൂൺ 2026 ഒരു 12:30 മുതൽ ഒരു 2:30 AM വരെ ഞാനിരുന്ന് അതിനെ കണ്ടു. മാച്ച് കണ്ടു. ബെൽജിയവും ഈജിപ്തും തമ്മിലുള്ള മാച്ച് കണ്ടു. ബെൽജിയവും ഈജിപ്തും തമ്മിലുള്ള മാച്ചിൻ്റെ ഇടയ്ക്ക് ആദ്യമേ തന്നെ ഈജിപ്ത് ഇങ്ങനെ ഒരു ക്രോസ് കൊടുത്തായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോഴത്തേക്കും ഈജിപ്തിൻ്റെ ഗോൾ സ്കോറർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷോറെ എന്ന് പറയുന്ന ഒരു ഗോൾ സ്കോററാണ് ഈജിപ്തിൻ്റെ ഉള്ളത്. അപ്പോൾ ഈജിപ്തിൻ്റെ അഷോറെ എന്ന് പറയുന്ന ഗോൾ സ്കോറർ കയ്യിൽ കെട്ടി നടക്കുന്ന മെക്സിക്കോൻ്റെ എതിരെ എങ്ങനെയാണോ ലിയോണൽ മെസ്സി 2026 വേൾഡ് കപ്പിൽ അടിച്ച അതേമാതിരി ഒരു വോളി കിക്ക് അടിച്ച് ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ ഈജിപ്ത് 1 ബെൽജിയം 0. ഹാഫ് ടൈം വരെ കണ്ടിന്യൂസ് ഈജിപ്ത് പ്രസ്സിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് മെയിനായിട്ട്. അപ്പോൾ ഈജിപ്ത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫേമസ് ഗോൾ കീപ്പറായിട്ടുള്ള തിബോത്ത് കോർട്ടുവ എന്ന് പറയുന്ന അയാൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറേ ഗോൾ കീപ്പിംഗ് സേവ്സ് നടത്തി 2:30 അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 1:30 AM ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ബെൽജിയത്തിൻ്റെ കളിയായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ബെൽജിയമാണ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് അറ്റാക്സ് ആയി. ഇവിടെ നിന്ന് ഈജിപ്ത് ഇപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്തെ കയ്യിൽ ബെൽജിയത്തിൻ്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോഴത്തേക്കും ബെൽജിയം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നല്ല കളിയായിരുന്നു. അവസാന നിമിഷം റൊമേലു ലുക്കാക്കുവിനെ ചെയ്തായിരുന്നു. റൊമേലു ലുക്കാക്കുവിൻ്റെ അടുത്തേക്ക് കട്ട് ബാക്ക് കൊടുത്തായിരുന്നു. അവസാനം 66 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും കട്ട് ബാക്ക് കൊടുത്തിട്ട് റൊമേലു ലുക്കാക്കു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. റൊമേലു ലുക്കാക്കു വന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തു. റൊമേലു ലുക്കാക്കു ഗോൾ സ്കോർ ചെയ്തു. ഒരു 66-ാമത്തെ മിനിറ്റിന് ഗോൾ സ്കോർ ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ വെബ്സൈറ്റിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ഹണി എന്ന് പറയുന്ന ഒരാളുടെ ഓൺ ഗോളായിട്ടാണ് കിടക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ റൊമേലു ലുക്കാക്കുവിന് ആ ഗോൾ കൊടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമേലു ലുക്കാക്കു അടിച്ച ഗോൾ കട്ട് ബാക്ക് ചെയ്തിട്ട് റൊമേലു ലുക്കാക്കു പോസ്റ്റിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ അടിച്ചത്. അപ്പോൾ ആ അടിച്ച ഗോൾ ഉള്ളിലേക്ക് കയറിയില്ല. അത് പെട്ടെന്ന് തന്നെ ഒരു ഡിഫൻഡറിൻ്റെ ഡിഫ്ലക്ഷനിലൂടെയാണ് ഗോൾ കീപ്പർ ഗോൾ ഉള്ളിലേക്ക് പോയത്. അപ്പോൾ 1-1 സമനിലയിൽ നിന്ന് ഒരു 2:30 AM 2026 ജൂൺ 16 2:30 AM ഒക്കെ 2:30 AM ഒക്കെ ആയിട്ട് കളി കഴിഞ്ഞു. കളി ഒരു 1-1 സമനിലയിൽ തീർന്നു. ബെൽജിയവും ഈജിപ്തും തമ്മിലുള്ള മത്സരമായിരുന്നു. നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല മത്സരമായിരുന്നു. അപ്പോൾ ആ മത്സരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. മത്സരം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. ഈ വേൾഡ് കപ്പിലെ മാച്ച് നമ്പർ 14 ആയിരുന്നു. 14-ാമത്തെ മാച്ചായിരുന്നു ബെൽജിയം വേഴ്സസ് ഈജിപ്ത് മാച്ച്. അപ്പോൾ ആ മാച്ചിൽ 1-1 സമനിലയിൽ ആ മാച്ച് തീർന്നു. 2:30 ആയപ്പോഴത്തേക്കും പിന്നെ ഞാനിങ്ങനെ ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ അപ്പം തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അമ്മയുടെ റൂമിൽ പോയിട്ട് അവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് അറിഞ്ഞൂടാ ഇന്നലെ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇത് വന്നു. മറ്റേ റാങ്ക് ലിസ്റ്റ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു അവിടെ ട്രൈ ചെയ്യും. പക്ഷേ എനിക്കൊരാഗ്രഹമില്ല അവിടെ ട്രൈ ചെയ്യാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്ത് എൻ്റെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി. എനിക്കിനി ആഗ്രഹം എന്ന് പറയുന്നത് ഇഗ്നോയാണ്. പക്ഷേ ഇഗ്നോയ്ക്കാളും ബെസ്റ്റ് ഓപ്ഷനാണെന്ന് പറഞ്ഞ് വിദ്യാമയം ഫോഴ്സ് ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ടെൻഷൻ വന്നു തുടങ്ങി. അപ്പോൾ ആ ടെൻഷൻ കാരണം ഒരു 2:30 AM 16 ജൂൺ 2026 2:30 AM മുതൽ ഒരു 6 മണി വരെ ഒരു 5 AM വരെ 4:45 5 AM വരെ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല നല്ല രീതിയിൽ. അപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അവർക്കും ശല്യമായി. അപ്പൂപ്പയ്ക്ക് ഇന്ന് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മറ്റേ സ്ഥലത്ത് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് പോകണമായിരുന്നു. കണ്ണൂരാണ്. അപ്പോൾ ആൾക്ക് 3 മണിയാകുമ്പോഴത്തേക്കും പോകണമായിരുന്നു. അപ്പോൾ
ഇത് മാച്ച് കണ്ടു കഴിഞ്ഞു. മാച്ച് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഗ്രഹത്തിലല്ല മാച്ച് കണ്ടത്. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായിരുന്നു, സ്ട്രെസ്സ് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പേഴ്സണലി പോകാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ അവസാനിച്ചിരിക്കുന്നു. എനിക്കിനി ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് വീട്ടിലിരുന്ന് തന്നെ പ്രൈവറ്റായിട്ട് ഇഗ്നോയിൽ BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ സെമിസ്റ്റർ പരീക്ഷകളില്ല, ഇയർലി പരീക്ഷകളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാനാകെ ടെൻഷൻ കയറി. ഞാൻ രാത്രി എണീറ്റ് മുമ്പിലോട്ട് വന്നൊരു 4 AM ഒക്കെ ആയപ്പോഴത്തേക്കും 16th ജൂൺ 2026 4 AM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രഷറൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ലോയും ഒരു പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കാണിച്ചത് 120 കിട്ടി. പിന്നെ അടുത്തതിൽ കാണിച്ചപ്പോഴത്തേക്കും 100, പിന്നെ 120, 114 ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഹാർട്ടിനത് വീക്കാക്കുന്നില്ല. അപ്പോൾ തന്നെ 5 AM ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പം അമ്മയും കിടന്ന് പണി. അപ്പോൾ 5 AM ആയി. 16th ജൂൺ 2026 5 AM ആയി. 5 AM ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു. വിദ്യാമ്മനെ വിളിച്ചു. വിദ്യാമ്മനോട് വിളിച്ചിട്ട് പറഞ്ഞു. വിദ്യാമ്മ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സ്ട്രെസ് ഉണ്ടായി, എനിക്കിങ്ങനെ പോകാൻ താല്പര്യമില്ല, എനിക്ക് ഇഗ്നോ പഠിച്ചാൽ മതി എന്നൊക്കെ താല്പര്യം ഉണ്ടായി പറഞ്ഞപ്പോഴത്തേക്കും വിദ്യാമ്മ പറഞ്ഞു, അത് വെറുതെ പറഞ്ഞതാണ്. നിനക്ക് അത് ഏത് അച്ഛനമ്മമാരാണെങ്കിൽ പോലും MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിൽ കിട്ടുമ്പോഴത്തേക്കും ആർക്കാണെങ്കിൽ പോലും അതൊരു മക്കളെ കൊണ്ട് അവിടെ അഡ്മിഷൻ എടുപ്പിക്കണമെന്ന് അറിയാതെ അങ്ങ് ആഗ്രഹം വരും. പക്ഷേ നിനക്ക് പ്രഷർ ആകാനുണ്ടെങ്കിൽ നീ അതിലേക്ക് നീ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ കുറച്ച് റിലാക്സായി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുള്ളി ആയിട്ട് പറഞ്ഞു. എൻ്റെ ഹാർട്ട് ഭയങ്കര വീക്കാകുന്നു, എനിക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യ. ഇത്രയും കാലം സ്ട്രെസ് എടുത്തിട്ടാണ് ഞാൻ ഇത്രത്തോളം വീക്കായത്. കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ പെർഫോം ചെയ്യേണ്ട വന്നു. പ്രഷർ ഉണ്ടായിരുന്നു. ഈ പ്രഷറൊക്കെ കാരണം മനുഷ്യന് മര്യാദയ്ക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല മെയിനായിട്ട്. അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാൻ പറ്റാത്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടത് ഒരു ഫീലിംഗ് ആയി, എന്താണ് ഉറങ്ങാൻ പറ്റാത്തത്. പിന്നെ കുറച്ച് ദിവസമായി ഡയറി എഴുതാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മൈൻഡ് കിട്ടണില്ല ഡയറി എഴുതാൻ. അത് കാരണമാണ് ഞാൻ വ്ളോഗ് ചെയ്യണത്, വേറെ വഴിയില്ലാത്ത കാരണം. പിന്നീട് അത് കഴിഞ്ഞിട്ടൊരു സമയമായി 5 മണി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എനിക്ക് വയ്യ വിദ്യാമ്മ, എനിക്ക് വയ്യ. ഇവിടെയാണെങ്കിൽ എല്ലാവരും വിചാരിച്ച് വെച്ചേക്കണം എനിക്ക് പണ്ടത്തെ കിച്ചു ആണ്. പണ്ടത്തെ കിച്ചു എന്ന് പറഞ്ഞാൽ പൊട്ടനായിരുന്നു, പൊട്ടൻ്റെ രീതിയിലായിരുന്നു. പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പൊട്ടനായിട്ടല്ല. ഞാൻ 2021 സെപ്റ്റംബർ 11 ഇവിടെ വന്നപ്പോൾ മുതൽ കൺസിസ്റ്റൻ്റ്ലി പെർഫോമിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ ആൾക്കാരൊക്കെ, നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡൊക്കെ, അവരൊക്കെ ഒരു ടൈപ്പ് നമുക്ക് മെൻ്റലി ഓട്ടോമാറ്റിക്കലി പ്രഷർ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊക്കത്ത് എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഞാൻ അങ്ങ് കൊടുത്തു. പക്ഷെ എനിക്ക് മതിയായി. എൻ്റെ ഹാർട്ടിന് ഭയങ്കരമായിട്ട് വീക്കാകുന്നു. പിന്നെ എനിക്ക് അത് വല്ലാതെ ആവുന്നു. അപ്പോൾ വല്ലാതെ ആണ് ഞാൻ ആ മാച്ച് കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തർക്കാർ എന്ന് പറയുന്ന ഒരു സീരിയൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വെറുതെ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് അമ്മയുടെ മൊബൈലിലാണ് കണ്ടത്. ഞാൻ എൻ്റെ മൊബൈലിലാണ് Z5 ആപ്പിലൂടെയാണ് ഞാൻ എൻ്റെ ബെൽജിയം വേഴ്സസ് ഈജിപ്റ്റ് മാച്ച് കണ്ടത്. പിന്നെ രാവിലെ എണീറ്റു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യാമ്മ പറഞ്ഞു, വേണ്ട, നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ ജസ്റ്റ് എല്ലാ പാരൻസിനും ഉണ്ടാകുന്ന ആഗ്രഹമാണ്. നിനക്കിപ്പോൾ പ്രഷറായിട്ട് തോന്നുന്നു, നിനക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. നിൻ്റെ ഹെൽത്താണ് മെയിൻ. ഹെൽത്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ നിൻ്റെ എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ വരുമ്പോഴത്തേക്ക് നിനക്ക് നിൻ്റെതായ ഇൻ്റലക്ച്വലായിട്ട് നിനക്ക് ബാധിക്കും. പിന്നെ നിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നു. നിനക്ക് പ്രഷർ വരുമ്പോഴത്തേക്ക് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാത്തത് ഈ പ്രഷർ എടുക്കുന്തോറും നിനക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഉറക്കം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഈ ബെഡിൽ വന്ന് കിടന്നു. ഒരു 5 AM ഒക്കെ ആയപ്പോഴത്തേക്കും 5:30, 5:45 AM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഉറക്കമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഒരു 5:15, 5:30 AM ആയപ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങി. 5:30 AM കിടന്നുറങ്ങി. ഇന്ന് 16th ജൂൺ 2026 ഒരു 12:30 PM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാണ് എണീറ്റത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ടയർഡ്നെസ്സും ഒക്കെ തോന്നിയായിരുന്നു.
എനിക്കിന്നലെ പിന്നീട് ഞാൻ വന്നു, ഞാൻ എണീറ്റു. 12:30 PM ഞാൻ എണീറ്റു. അപ്പോഴത്തേക്ക് അപ്പൂപ്പയൊക്കെ റെഡിയായിരുന്നു, മറ്റേ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മ ഭയങ്കര തിരക്ക് പിടിക്കുന്നുണ്ടായിരുന്നു, അറിയില്ല എന്താണെന്ന്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നമ്മുടെ ഇന്നലെ ഞാൻ പോയിട്ട് സൈൻ ചെയ്തായിരുന്നു RD. അപ്പോൾ അമ്മ പറഞ്ഞു, RDയുടെ കുഴപ്പം പറ്റിയിട്ടുണ്ട്, സാറ് നല്ലോണം നോക്കിയില്ല. അത് RD എന്ന് പറയണത് 16 ജൂണിന് അല്ല, അടുത്ത മാസം 15-ാം തീയതി കിട്ടുമല്ലോ, ഈ മാസം കിട്ടൂല. അപ്പോൾ പൈസ അടയ്ക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹറിബറിയിൽ. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ ഇന്നില്ല തെറ്റ്, അത് നമ്മളുടെ തെറ്റല്ല. അപ്പോൾ ഞാനിനി അടുത്ത മാസം പോയിട്ട് ഇനിയും സൈൻ ചെയ്ത് കൊടുക്കേണ്ട വരും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തിരക്കിലായിരുന്നു. അപ്പോൾ തന്നെ അമ്മൂമ്മയും അപ്പൂപ്പയും കൂടെ റെഡിയായി. അപ്പോൾ അമ്മൂമ്മേനെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ വിട്ടിട്ട് അപ്പൂപ്പ തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഒരു 12:45 PM, ഉച്ചയ്ക്ക് 12:45 PM ആയി. 12:45 PM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫ്രഷായി. ടോയ്ലറ്റിൽ പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 12:45 PM ഒക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പയറുമായിരുന്നു, അത് കഴിച്ചു. ഒരു ചെറിയതാണ് കഴിച്ചുള്ളൂ, വിശക്കണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എണീറ്റ്, പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ മൊബൈലെടുത്ത് പിന്നെ റിപ്പോർട്ടർ ലൈവ് എന്ന് പറയുന്ന ഞാൻ യൂട്യൂബൊക്കെ നോക്കി. യൂട്യൂബിൽ കുറച്ച് ഇതൊക്കെ കണ്ട്. അപ്പോൾ അതിൽ ലോകകപ്പിലെ ഗോൾഡൻ ബോയ് ആരാകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, യൂട്യൂബുണ്ട്, ഈ വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ വെറുതെ കളിച്ച സ്പെയിൻ കേപ്പ് വെർഡെക്കെതിരെ ഗോൾ നിര സമനില. പിന്നെ കുൻഫയ കുൻ പാട്ട്, ചന്ന മേരയാ ആ പാട്ട്, പിന്നെ ജയ്ക്കാൽ മഹാക്കാൽ എന്ന് പറയുന്ന പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലിരുന്ന് കണ്ടു. പിന്നെ ബൈ 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 എന്ന് പറയുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീനിലെ പാട്ടിരുന്ന് കണ്ടു കുറച്ച് നേരം. പിന്നെ മഡോണ ലൈക്ക് എ പ്രയർ, അതും ഡെഡ്പൂൾ ആൻഡ് വൂൾവറീനിലൊരു പാട്ടാണ്, അതിരുന്ന് കണ്ടതിന് ശേഷം അപ്പം തന്നെ അപ്പൂപ്പ റെഡിയായപ്പോഴത്തേക്ക് ഇന്നലെ രാത്രിയാണോ അല്ലല്ല, അപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ മിന്നുൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഇന്നലെ സൗദി അറേബ്യയും ഉറുഗ്വേയും തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ഉറുഗ്വേയിലെ ഒരു പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ എന്ന് പറയുന്നത് മാക്സി അറോഗോ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ പ്ലെയർ ടു സ്കോർ ഇൻ ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ളൊരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡാകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താണെന്ന്. അപ്പം മിന്നു പറഞ്ഞ് അത് ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ്സ് ഫേക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അപ്പൂപ്പ റെഡിയായിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൺലൈറ്റ് ഉണ്ടായിരുന്നു, ആഫ്റ്റർനൂൺ സൺലൈറ്റ്. ഞാൻ വിചാരിച്ചു ഇന്ന് ടയേർഡായിട്ട് നേരത്തെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിനും നടന്നു. അപ്പൂപ്പ റെഡിയായി. അപ്പൂപ്പയുടെ ബാഗും കൊണ്ട് പുറത്തേക്ക് വന്നു. കലാം സാറും പോകണ്ടായിരുന്നു ഇന്ന് ഇവരുടെ കൂടെ അങ്ങോട്ട്. അപ്പോൾ സമയം ഒരു 1 PM ഒക്കെ ആയപ്പോഴത്തേക്ക് 12:45 1 PM ഒക്കെ ആയപ്പോഴത്തേക്കും അമ്മ തിരിച്ചു വന്നു. പോസ്റ്റ് ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്നിട്ട് പോസ്റ്റ് ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഓട്ടോ വന്നു. അപ്പോൾ കലാം സാറും അപ്പൂപ്പയും കൂടെ ഓട്ടോയിൽ കയറിയിട്ട് അവർ ഓട്ടോ അവിടെ പുത്തൻകാവിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തു. പുത്തൻകാവിൽ നിന്നായിരുന്നു ബസ് എവിടേക്കാണ് നമ്മുടെ മറ്റേ സ്ഥലത്ത്, മറ്റേ ഇവിടുത്തെ അമ്പലത്തിൽ, കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു. ആ പാക്കേജാണ് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ കയറി അവരങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇതിലേക്ക് വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങി നടന്നു. എവിടെ പുറത്തിങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങി നടന്നു, ആ സൺലൈറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം. പിന്നീട് ഞാൻ വിചാരിച്ച്
പ്രഷർ എടുക്കണ്ട, ഇനിയിപ്പോൾ കാം ഡൗൺ കൂൾ ഡൗൺ ആയിട്ട് ഫുട്ബോൾ മാച്ചസ് കണ്ട് കുറച്ച് കാലം ഇങ്ങനെ ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ മേളിൽ പോയി എൻ്റെ അർജൻറ്റീനയുടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പനോട് ചോദിച്ചു മുമ്പിൽ എന്താ ക്ലീൻ ചെയ്താൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ പറഞ്ഞു ക്ലീൻ ചെയ്തായിരുന്നു ഇന്ന് രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിൻ്റെ ഷൂസ് മൊത്തം ഞാൻ മേളിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ പോയതിന് ശേഷം ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ മേളിൽ പോയിട്ട് നോക്കിയാലോ ഷൂസ് എവിടെയാണ് വെച്ചേക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് മേളിൽ ഷൂസ് എവിടെ വെച്ചേക്കണെന്ന് നോക്കി. എൻ്റെ ഫുട്ബോളിൻ്റെ ബൂട്ടും പിന്നെ അതുപോലെ തന്നെ ബാക്കി ഷൂകളും ഒക്കെ അവിടെ മേളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം പോയി ടെറസിൻ്റെ മേളിലേക്ക് പോയി. പിന്നെ അർജൻറ്റീനയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനും ഋഷിയും അപ്പും ഒക്കെ കൂടെ സൂര്യകിരണും ഒക്കെ കൂടെ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കാണിച്ചിട്ടുണ്ട് വ്ളോഗിൽ. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് തിരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനൊരു പാമ്പും കുഞ്ഞിനെ പോലെ എനിക്ക് തോന്നി, ഇല്യൂഷനായിരിക്കും പാമ്പും കുഞ്ഞിനെ അവിടെ ഉള്ളതുപോലെ തോന്നി. അപ്പോൾ താഴത്തേക്ക് തിരിച്ചു വന്നു, എനിക്ക് മനസ്സിലായി ഷൂ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന കാര്യം. പിന്നെ താഴത്തേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അമ്മേനോട് ചോദിച്ചു പാമ്പുണ്ടോ അവിടെ, പാമ്പുള്ളതുപോലെ. അപ്പം അമ്മ പറഞ്ഞ് ഇവിടെ അപ്പുറത്ത് കാട് പോലെ കിടക്കുന്നുണ്ട്, അപ്പോൾ കാടിൽ ഏതെങ്കിലും പാമ്പ് മുട്ട വിരിഞ്ഞിട്ടുണ്ടാവും, അത് കാരണം എനിക്ക് ഇത്രത്തോളം പാമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാമ്പ് ഇവിടെ ടോമിയുടെ അടുത്തും വന്നതും ചെയ്തു. അത് സെയിം ബ്ലാക്ക് കളർ ചെറുത്, അത് മതിലിൽ ഒട്ടിപ്പിടിച്ചായിരിക്കണം. എന്നിട്ട് അമ്മ പോയിട്ട് നോക്കി മേളിൽ, അപ്പോൾ പറഞ്ഞ് അത് പാമ്പൊന്നും അല്ല, അത് നിനക്ക് ഇല്യൂഷനായിട്ട് തോന്നിയതായിരിക്കുന്നു പറഞ്ഞു. ഞാൻ പിന്നെ താഴത്തേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഞാൻ ഉള്ളിലേക്ക് കയറി. അപ്പോഴത്തേക്ക് ഒരു 2 PM ഒക്കെ ആയി, ആഫ്റ്റർനൂൺ 2 PM ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 PM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് നേരം പിന്നെ 2 PM ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ലഞ്ച് കഴിച്ചു, ഭക്ഷണം എന്ന് പറയുന്നത് മോരുകറിയും പിന്നെ ചോറും ഒക്കെ ആയിരുന്നു. പിന്നെ എന്തോ ബാജി ഉണ്ടായിരുന്നു, അത് തന്നു, അത് സർവ് ബൈ അമ്മ. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ റൂമിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് വിദ്യാമ്മ ഒരു സാധനം ചോദിച്ച്, ഞാനെന്താ ഇത്രയും പ്രഷർ എടുക്കണേ, ജെൻസിക്കാർക്ക് എല്ലാവർക്കും ഉള്ളതാണോ അത് എന്തിനാണ് അങ്ങനെ ക്യാരക്ടറിലാണോ, അതെൻ്റെ വട്ടാണോ, അത് ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്യണത് ഇത് എല്ലാ ജെൻസികൾക്കും ഉള്ളതാണോ, അതോ ഇനിയിപ്പോൾ സെപ്പറേറ്റായിട്ട് എൻ്റെ പോലത്തെ ആൾക്കാർക്ക് പ്രഷർ തോന്നുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓവർ ഡൂയിങ് സ്ട്രെസ്സൊക്കെ തോന്നുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വന്നതാണോ എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി. ഒരു വീഡിയോ എടുത്ത് അയച്ചെന്ന് ഒരാൾ പറയണത് അത് എല്ലാ ജെൻസിയുടെ ഉള്ളിലും ഉണ്ടാവും, അവരൊന്നും ട്രഡീഷൻ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ളവരല്ല, അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, അവർ ഓവർ തിങ്കിങ് ചെയ്തിട്ട് റെസ്പെക്റ്റും ചെയ്യും, എല്ലാവരെയും ഓർത്തും വയ്ക്കും. പക്ഷേ മില്ലേനിയൽസ് എന്ന് പറയണ അല്ലെങ്കിൽ അത് ലോസ്റ്റ് ജനറേഷൻ അതുപോലത്തെ ആ ഒരു 1980s 1970s 1960s ജനിച്ച ആൾക്കാരൊക്കെ അപ്പം ജീവിക്കുന്ന ആൾക്കാരെ, പക്ഷേ ഞങ്ങളെന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടു, വാട്സപ്പ് സാംസങ് മൊബൈലിലിരുന്ന് ആ വീഡിയോ കണ്ടു. അപ്പോഴത്തേക്കൊരു സമയം സമയം ഒരു സമയം ഒരു 2:30 PM ഒക്കെ ആയി. ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം ഞാൻ വിചാരിച്ച് വെറുതെ സംസാരിക്കാം. അപ്പോൾ വിദ്യാമ്മനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർ പ്രഷർ വരുന്തോറും നമ്മുടെ ഹാർട്ടിനാണ് ഇത് ബാധിക്കണത്, അത് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ലിയോണൽ മെസ്സിയുടെ ബില്ലി ജീൻ സ്പെഷ്യൽ വീഡിയോ കണ്ടു. L2 എമ്പുരാൻ ട്രെയിലർ മെസ്സി വേർഷൻ കണ്ടു. ലിയോണൽ മെസ്സി L2 എമ്പുരാൻ വേർഷൻ ഓഫ് 2025 ഹീ ഈസ് കമ്മിങ് ബാക്ക്. പിന്നെ ലിയോണൽ മെസ്സി KGF വേർഷൻ 2.0 വേൾഡ് കപ്പ് 2022. ഡോണ്ട് ഫോർഗെറ്റ് ടു സെറ്റ് യുവർ അലാറംസ് ഫോർ ടുമാറോ സ്പൈഡർമാൻ നോ വേ ഹോം ബ്രാൻഡ് ന്യൂ ഡേയുടെ ഫസ്റ്റ് ബുക്കിംഗ് നാളെ മുതൽ തുടങ്ങുന്നു. അപ്പോൾ സോണി പിക്ചേഴ്സിൻ്റെ വക അതിൻ്റെ ഒരു ഇത് ഒക്കെ കണ്ടു.
അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസുകൾ കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീലൊക്കെ കണ്ടു. ഒരു 3 PM മുതലൊരു വൈകുന്നേരം ഒരു 4 PM വരെ ഞാനിങ്ങനെ ഇരുന്ന് വാട്സപ്പ് സാംസങ്ങിൽ സ്റ്റാറ്റസൊക്കെ കണ്ടു. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദൃഢം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ദൃഢം എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്. അപ്പോൾ ആ സീരിയലിൻ്റെ ഒരു സീരിയലല്ല, പുതിയൊരു സിനിമയാണ്, ഷെയ്ൻ നിഗത്തിൻ്റെ ഒക്കെ സിനിമയാണ് ദൃഢം എന്ന് പറയണത്. അപ്പോൾ ഒരു സമയം 3:30 PM to 4 PM 3 PM to 4 PM ഓഫ് 16th June 2026. ആ സമയത്തിന് ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തു. അതിൽ ഇന്നിങ്ങനെ റീൽസ് കണ്ടപ്പോഴത്തേക്കും അതിൽ ദൃഢം എന്ന് പറയുന്ന സിനിമയുടെ ഉള്ളിലെ കുറച്ച് റീൽസ് കണ്ടു. അത് പോലീസുകാരുടെ എന്തോ അന്വേഷണത്തിൻ്റെ കഥയാണ്. അവസാനം പോലീസുകാരായിട്ട് തന്നെ ഇത് ചെയ്യണം. പിന്നെ ഞാനിങ്ങനെ വിദ്യാമനെ വിളിച്ചിട്ട് സംസാരിച്ചു. ദൃഢം സിനിമ കണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് മിന്നിരുന്ന് കണ്ടു. അതൊരു പോലീസുകാർ ആദ്യമൊക്കെ നല്ല, പിന്നെ അവസാനം വരുമ്പോഴത്തേക്ക് ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഷെയ്ൻ നിഗത്തിൻ്റെ സിനിമകളെല്ലാം ഇങ്ങനെയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന സിനിമകളിൽ മെയിനായിട്ട് കണ്ടൻറ്റ് ആദ്യമേ മാത്രമേ. അപ്പോഴത്തേക്കും ഞാൻ വിദ്യാമനോട് ചോദിച്ചു, അപ്പോൾ ഇയാളിപ്പോൾ ഏകദേശം ഈ ഒരു മൈൻഡ് സെറ്റ് ഇയാൾക്ക് ദൃഢം സിനിമയിലായിക്കോട്ടെ, നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ ദൃശ്യം 3-യിലായിക്കോട്ടെ, ഇങ്ങനെ സ്റ്റോറീനെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് അയാളുടെ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും വിദ്യാമ്മ പറഞ്ഞ് പക്ഷേ മിറാജ് ഇഷ്ടപ്പെട്ടല്ലോ എന്ന്. എന്നിട്ട് ഞാൻ അപ്പം തന്നെ കോള് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ 14th ജൂണിലെയും 15th ജൂണിലെയും ന്യൂസ് പേപ്പറൊക്കെ മേളിൽ കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വന്നു, താഴത്തേക്ക് വന്നു. പിന്നെ കുറച്ച് നേരം പിന്നെ കട്ട് ചെയ്തു. പിന്നീട് ഞാനൊരു 3 PM മുതൽ 4 PM വരെ വൈകുന്നേരം 16 ജൂൺ 2026 3 PM to 4 PM ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടു. അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ ഒക്കെ റീൽസൊക്കെ ഇങ്ങനെ കണ്ടു. 4 PM 4:15 ആയപ്പോഴത്തേക്കും എനിക്ക് മടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൂപ്പ കൊട്ടിയൂർ പോയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് നിന്നു. കുറച്ച് നേരം പുറത്തേക്ക് പോയിട്ട് നിന്നു. ഞാൻ വൈകുന്നേരത്തെ കുറച്ച് സൺലൈറ്റൊക്കെ കൊണ്ടു. പെട്ടെന്ന് തന്നെ ഉറക്കം വരാൻ വേണ്ടി ഇന്ന് രാത്രി സൺലൈറ്റൊക്കെ കണ്ടു. കുറച്ച് നേരം സൺലൈറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ വാക്ക് ചെയ്തു. പിന്നെ ജനങ്ങളൊക്കെ കണ്ടു. കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൻ്റെ ഉള്ളിൽ മാച്ചസിൻ്റെ ഉള്ളിൽ ഇരുന്ന് തലയിൽ മൊത്തം റീൽസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പ്രഷറും ഒക്കെയാണ്. അപ്പോൾ അത് കാരണം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറത്ത് പോയിട്ട് ഒരു 4 PM മുതൽ 5 PM വരെ ഇങ്ങനെ അതുവഴി ഇങ്ങനെ നടക്കുമായിരുന്നു. കുറച്ച് നേരം വെറുതെ നടക്കുമായിരുന്നു. അതുവഴി വെറുതെ മുമ്പിൽ കൊറിഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്നോട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പല കാര്യങ്ങളും മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 PM to 5 PM വരെ ഞാനിങ്ങനെ മുമ്പിലിങ്ങനെ നടന്ന സമയത്തിന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ആ വെയിലത്തിന് മുമ്പിൽ പക്ഷേ സൺബാത്തിൻ്റെ രീതിയിൽ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കുമാണ് ശ്രീരാജമാമൻ അതുവഴി വന്നത്. എന്നോട് ചോദിച്ച് നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഇവിടത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു, നിന്നെ 2-3 ദിവസമായിട്ട് കണ്ടില്ല. പിന്നെ അവസാനം കണ്ടത് മറ്റേ ഇവിടെ പോയതിന് ദിവസമാണ്. ഇവിടെ മറ്റേ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ ഏറ്റുമാനൂർ, അപ്പോൾ ആ ദിവസമാണ് കണ്ടപ്പോഴത്തേക്ക് ഞാനുണ്ടായിരുന്നു ഇവിടെയൊക്കെ തന്നെ. പല കാര്യങ്ങളിൽ ബിസി ആയിരുന്നു, അത് കാരണമാണ്. അപ്പോൾ ആളെവിടെ പോയിട്ട് വരുമായിരുന്നു, എന്തോ സ്നാക്സ് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. അപ്പോഴത്തേക്കോ കണ്ടത്. പിന്നെ ഓക്കെ ശരിയെങ്കിൽ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നു. ഒരു 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ വിശക്കണുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്ന് കുറച്ച് നേരം കിടന്നു. ഞാനും അമ്മയും കൂടെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ സംസാരിച്ചു. ഒരു 5:30 PM വരെ ഞാൻ വിദ്യാമ്മനെ വിളിച്ചു, സംസാരിച്ചു കുറച്ച് നേരം കൂടെ വാട്സപ്പ് വീഡിയോ കോളിൽ. പിന്നെ അപ്പം തന്നെ ഞാൻ ലയച്ചിട്ടനെ വിളിച്ചു. ലയച്ചിനെ വിളിച്ചപ്പോഴത്തേക്ക് ആവക്കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആവക്കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയും ജലദോഷവും ഒക്കെയാണ്. അപ്പോൾ ആളെ വീഡിയോ കോളിൽ വിളിച്ചു. ആവക്കുട്ടീനെ കണ്ടു. 3 years ആയിട്ടുള്ളൂ. ആവക്കുട്ടീനെ കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂപ്പനെ വിളിച്ചു. അപ്പൂപ്പ പറഞ്ഞു ബസ്സിലൊക്കെ കയറി എവിടെയോ എത്തി. പിന്നെ അവിടെ ഏതൊരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. നല്ല ജേർണിയാണ്, ആരെയും പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അധികം പരിചയപ്പെടേണ്ട എന്ന് പറഞ്ഞു. വെറുതെ തമാശയുടെ പേരിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ താഴത്തേക്ക് ഒരു സമയമായി.
ഒരു 5:30 PM ആയി. അപ്പോഴത്തേക്ക് അമ്മൂമ്മ മറ്റേ ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് സ്റ്റാർ പോലത്തെ സാധനമില്ലേ മസാലയുടെ, അതൊക്കെ ഇട്ടിട്ട് ഒരു ചായ ഉണ്ടാക്കി തന്നു. ഞാൻ ആ സമയത്തിന് റാഫ്റ്റോക്സിൽ അമ്മയുടെ മൊബൈലിൽ റാഫ്റ്റോക്സിലൂടെ കുറച്ചൊക്കെ ഈ അർജൻറ്റീന നാളത്തെ മാച്ചിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രിവ്യൂസൊക്കെ കേട്ടു. അപ്പോൾ ആ സമയത്തിന് ഞാൻ ഒരു ഉണ്ട കഴിച്ചു. ഇന്നലെ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ട. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ ഉണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയുടെ കൂടെ കലാം സാറ് വന്നിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം. അപ്പോഴത്തേക്കും ഞാൻ ഉണ്ടയാണ് കഴിച്ചത് കട്ടൻ കാപ്പിയുടെ കൂടെ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചു, പാൽ ചായ കുടിച്ചു. ഒരു 5:30 PM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പാൽ ചായ കുടിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാനിത് ശർക്കര അരിയുണ്ട പോലത്തെ ഉണ്ട കഴിച്ചു. പിന്നെ അതിന് ശേഷം വിശപ്പ് മാറിയില്ല. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ബദാം എടുത്ത് കഴിച്ചു. പിന്നെ ഒരു പഴം കഴിച്ചു. അപ്പോൾ ഹെൽത്തി ഫിറ്റായിരുന്നു. അപ്പോഴത്തേക്കും തോന്നി പോയിട്ട് കളിക്കാമെന്ന്. പിന്നെ ഞാൻ 5:30 PM ഒക്കെ 5:45 PM ഒക്കെ ആയപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു പിന്നെ അക്കു എന്ന് പറയുന്ന ഒരു കുഞ്ഞിച്ചെറുക്കനേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും സ്കൂളിലൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് പോയിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കണവനാണ്. അവൻ്റെ കൂടെ കുറച്ച് നേരം ഫുട്ബോളൊക്കെ തട്ടി കളിച്ചപ്പോഴത്തേക്കും അപ്പൂപ്പയുടെ പണ്ടത്തെ ചെരുപ്പ് ഇട്ടിരുന്നു, അത് പൊട്ടിപ്പോയി. അത് ഞാൻ തിരിച്ചു വന്നു. മേളിൽ നിന്ന് എൻ്റെ ഫുട്ബോൾ ഷൂ എടുത്തു, അതിട്ടുകൊണ്ട് പോയി ഞാൻ. പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഒരു 6 PM ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തി. അക്കുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് 6 PM ആയപ്പോഴത്തേക്കും പല പിള്ളേരും എത്തി. സൂര്യകിരൺ എത്തി, ഋഷി ആദ്യം എത്തി, പിന്നെ സൂര്യകിരൺ എത്തി, പിന്നെ ആദി എത്തി, കണ്ണൻ എത്തി. പിന്നെ അതിന് ശേഷം ഈ ഋഷീൻ്റെയും അപ്പൻ്റെ കൂടെ തന്നെ എവിടെയാണ് SNDPയിൽ പഠിക്കണ മറ്റേ പിള്ളേരെത്തി. ആരാണ് പേരെന്ന് പറയണ മാധവും പിന്നെ മറ്റേ ഇവൻ ചെറിയ ആദിക്കുട്ടനുണ്ട് ഇവിടെ തന്നെ ഉള്ളത്. അപ്പോൾ അവനും പിന്നെ നമ്മുടെ അവരുടെ കൂടെ തന്നെ പഠിക്കുന്ന അവരൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു ചെറുക്കനുണ്ടായിരുന്നു, അനു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്തോ കുറച്ച് ഇംഗ്ലീഷ് ടൈപ്പാണ് പേര്. അവനും കൂടെ എത്തി. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ നിൽക്കുക, ഞങ്ങളിങ്ങനെ ഫുട്ബോൾ കളിക്കാൻ കണ്ടുകൊണ്ട്. ഞാനപ്പോൾ ഇവനങ്ങ് അപ്പോൾ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴത്തേക്കും അവനോട് ചോദിച്ച് ഇതാരാണെന്ന് ചോദിച്ചു എന്നെക്കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെക്കുറിച്ചിട്ടാണ് സംസാരിക്കണമെന്നുള്ള കാര്യം. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു മാധവൻ. അവൻ സൈക്കിളിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, ആരാ എനിക്ക് അറിഞ്ഞൂടെ, ഇതുവരെയായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായപ്പോഴത്തേക്കും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവനോട് പറഞ്ഞ് 9ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഞാനപ്പോൾ പറഞ്ഞു. അപ്പോൾ സൂര്യകിരൺ ഭയങ്കര പ്രൗഢിയോടെ പറഞ്ഞു, അല്ല ചേട്ടനെ എനിക്ക് ചെറുതായിരുന്ന പോലെ അറിയാവുന്നതാണ്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു സോറി ചേട്ടാന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവന്മാരും കളിക്കാൻ വേണ്ടിയിട്ട് വന്ന് ആദ്യത്തെ മാച്ച് കളിച്ചു. അതിൽ ഞാൻ, കണ്ണൻ, സൂര്യകിരണും, രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് മാധവും, പിന്നെ നമ്മുടെ മാധവും, അവിടുത്തെ വേറെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണവനും, അക്കുവും, പിന്നെ ആദി ഗോൾ കീപ്പർ, അവരെല്ലാവരും കൂടെ കളിച്ചു. എന്നിട്ട് നല്ലൊരു മാച്ചായിരുന്നു. നല്ല കിക്കൊക്കെ കൊടുത്തു. മാച്ച് 3-5 ഞങ്ങൾ ജയിച്ചു. കണ്ണൻ 3 ഗോള്, സൂര്യകിരൺ 2 ഗോള്, അവർ മാധവ് 2 ഗോള്, പിന്നെ വെച്ചിട്ട് അക്കു ഒരെണ്ണം 1 ഗോള്. അങ്ങനെ 5-3 ഞങ്ങൾ ജയിച്ചു. പിന്നെ അവർ പോയതിന് ശേഷം ഋഷി നേരത്തെ തന്നെ യൂണിഫോം ഇട്ടാൽ വേണ്ടിയിരുന്നു. അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ ഒരു സമയം ഒരു 6:30 PM ആയി. അപ്പോഴത്തേക്കും ആദ്യം എത്തിയപ്പോഴത്തേക്കും ഞാൻ, സൂര്യകിരൺ ഒറ്റ ടീം, അക്കുവും കണ്ണനും ആദിയും ഒറ്റ ടീം. ആ മാച്ചിൽ ഞാൻ നല്ലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഒരു ടൈപ്പ് കളി കളിച്ച് ഞങ്ങൾ ഇന്നത്തെ മാച്ച് 2ൽ ഞാനും സൂര്യകിരണും ഒറ്റ ടീം, കണ്ണനും ആദ്യം ഒറ്റ ടീം. ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നേരത്തെ 3 ഗോള് ഞങ്ങൾ വഴങ്ങി ആദ്യം.
ഞങ്ങൾ 3 ഗോൾ വഴങ്ങി. അത് എൻ്റെ തെറ്റായിരുന്നു. പിന്നെ എന്നെ മുമ്പിലോട്ട് വിട്ടു. ഞാൻ സ്ട്രൈക്കറിൻ്റെ അടുത്തേക്ക് സൂര്യകിരൺ നല്ലൊരു വേൾഡ് ക്ലാസ് ആയിട്ട് ഇവിടെ കണ്ണം നിൽക്കണം. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ആദ്യം ഇവിടെ നിന്ന് സൂര്യകിരൺ നിൽക്കണം, ഇവിടെ ആദ്യം നിൽക്കണം, ഇവിടെ കണ്ണം നിൽക്കണം, ഞാൻ ഇവിടെ നിൽക്കണം ഓഫ് സൈഡായിട്ടുള്ള. ഇവിടെ നിന്ന് ഒറ്റ ഇത് തന്ന് ഞാനത് ഒറ്റ ടച്ചോടെ ഈ കാലിൻ്റെ ഈ ഭാഗം ടച്ച് ചെയ്തിട്ട് ഒറ്റ ടച്ചോടെ ഇങ്ങനെ ഒരു സംഭവം. അത് വേൾഡ് ക്ലാസ് ആയിരുന്നു. എന്നിട്ട് മെസ്സിയുടെ സെലിബ്രേഷൻ കാണിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഗോൾ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു ഗോൾ അടിച്ചു. അങ്ങനെ മാച്ച് തീർന്നപ്പോഴത്തേക്കും 7-8 ഞങ്ങൾ ജയിച്ചു. അത് ഞാൻ സൂര്യകിരൺ 6 ഗോളും ഞാൻ 2 ഗോളും, പിന്നെ അതിൽ കണ്ണൻ 3 ഗോളും, ആദ്യം 4 ഗോളും അടിച്ച് 8-7 അപ്പോഴത്തേക്കും ഒരു 7 PM ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ ടയർഡ്നെസ് തോന്നി തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങും, എന്തായാലും നല്ല രീതിയിൽ ടയർഡ്നെസ് ഉണ്ട് എനിക്ക്. അപ്പോൾ നല്ല രീതിയിൽ ടയർഡ്നെസ് ഉണ്ടായിരുന്നു. അത് ഇത് കളിക്കാൻ പോകുന്നതിന് മുമ്പ് അറിയുന്ന ക്വസ്റ്റ്യനായിട്ട് സംസാരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിനെ കുറിച്ചിട്ട് അമ്മ അവരോടൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഇതിൽ പാസ്സായിട്ടുണ്ട്, ഇനി വരണം. പക്ഷെ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകണം എന്നുള്ള എൻ്റെ ആ ഒരു ആഗ്രഹമില്ല. പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് 2 കളി കളിച്ചു. ഇന്ന് 2 ഗോൾ സ്കോർ ചെയ്തു. അത് ലാസ്റ്റ് മാച്ചൊക്കെ സ്കോർ ചെയ്തു. മറ്റേത് കുറച്ച് ഡിഫിക്കൽട്ട് മാച്ചായിരുന്നു. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, 5-6 പേരുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സൂര്യകിരണും കണ്ണൻ്റെയും കൂടെ സാധാരണ കളിക്കുന്ന കളിനേക്കാളും നല്ല രീതിയിൽ അവർ വന്നപ്പോഴത്തേക്ക് ഈഗോ കയറി ഇവർക്ക്. ഞാൻ അത്രയ്ക്ക് ഇതൊന്നും ചെയ്തില്ല, പക്ഷേ അവർക്ക് നല്ല രീതിയിൽ ഈഗോ കയറിയപ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ കളിച്ചു. ആദ്യത്തെ മാച്ച് മറ്റേ മാധവൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കളിച്ചവർ വേൾഡ് ക്ലാസ് പെർഫോമൻസ്, 1 ടച്ച് പാസും നല്ല ഗോളും ഒക്കെ കളിച്ച് അവരും ചെയ്തു. അവരും നല്ല രീതിയിൽ 1 ടച്ച് പാസും ഗോളും ഒക്കെ അടിച്ചു. നല്ല കളിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കളിയിലാണ് ഞാൻ ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഇങ്ങനെ തന്നു. പിന്നെ ഈ കാലിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനൊരു ഗോൾ അടിച്ചു. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ബാക്ക് ചെയ്തിട്ടൊരു ഗോൾ അടിച്ചു. അത്രേ ഉള്ളൂ. സൂര്യകിരണ തന്നു. അപ്പോൾ അങ്ങനെ മാച്ച് തീർന്നു. 7 മണിയായപ്പോഴത്തേക്ക് അവരെല്ലാവരും വീട്ടിൽ പോയി. ഞാൻ നല്ല രീതിയിൽ വേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വ്ളോഗ് പറയാൻ കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറി എഴുതിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ തോന്നുന്നില്ല ഡയറി എഴുതാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് കുറച്ച് ദിവസത്തേക്ക് ഇനി വ്ളോഗായിട്ട് ഇടാമെന്നുള്ളത്. പിന്നെ താടിയൊക്കെ വന്നു നല്ല രീതിയിൽ. ഫസ്റ്റ് ഡേനേക്കാൾ നല്ല രീതിയിൽ താടിയും വന്ന് മീശയും വന്ന് തുടങ്ങി. ഞാൻ വിചാരിക്കുന്നത് ഷേവ് ചെയ്യേണ്ടതാണ് ഒക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സമയം ഒരു 7 മണിയായി. ഞാനപ്പോൾ വിചാരിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഒരു 8:30 PM വരെ, ഏകദേശം 8:45 PM വരെ ഞാനിങ്ങനെ മൊബൈലെടുത്തു. വിദ്യാമ്മനോട് സംസാരിച്ചുകൊണ്ടിരുന്നു വീഡിയോ കോളിൽ. അർജൻറ്റീനയുടെ മാച്ച്, ഇന്നലത്തെ മാച്ചിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ വെറുതെ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു വാട്സപ്പ് വീഡിയോ കോളിൽ. വിദ്യാമ്മ ഹുബ്ലിയിലാണ്, എൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് വന്നിട്ട് ഒരു 7:15 PM ഇന്ന് അമ്മൂമ്മയാണ് വിളക്ക് കത്തിച്ചത്. 7:15 PM 16 ജൂൺ 2026 7:15 PM മുതൽ ഏകദേശം ഒരു 8:45 PM വരെ ഞാൻ ഇവിടെ താഴ്ത്തിരുന്ന് നല്ല രീതിയിൽ സ്വെറ്റായിരുന്നു. അത് കൂൾ ഡൗൺ ആകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോസ് കണ്ടു. അപ്പോഴത്തേക്കും കണ്ട വീഡിയോസ് എന്ന് പറയുന്നത് ടോക്ക് ഫുട്ബോൾ HDയുടെ കാണാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ രാത്രിയിലത്തെ മാച്ചിനെ കുറിച്ചിട്ടൊന്നും ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ആദ്യമേ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ കണ്ടു. പിന്നെ ഇൻസ്റ്റാഗ്രാം അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഞാൻ മറ്റേ ഇന്നലത്തെ ബാക്കി മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 3:30 നടന്ന മാച്ചും ഇന്ന് രാവിലെ 6:30 നടന്ന മാച്ചും ഞാൻ ഹൈലൈറ്റ്സ് കണ്ടു. മാച്ച് 15ഉം മാച്ച് 16ഉം മാച്ച് 16ഉം കണ്ടു. അതിൽ ഫസ്റ്റ് മാച്ച് 15th മാച്ച് ഓഫ് 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ മാച്ച് എന്ന് പറയുന്നത് സൗദി അറേബ്യ. അതിൻ്റെ 2 എണ്ണത്തിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. അത് ഏകദേശം ഒരു 7:30 PM മുതൽ ഏകദേശം ഒരു 8:15 PM വരെ ഞാൻ അതിനെ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ അതെൻ്റെ സാംസങ് മൊബൈലിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ്സ് കണ്ടതിൽ വെച്ചിട്ട് ആദ്യത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്
വേഴ്സസ് ഇതാണ്. ഞാനിന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ഫേക്കായിട്ടുള്ളൊരു വാർത്ത ഇങ്ങനെ പ്രചരിക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ഗോൾ സ്കോറർ ഉറുഗ്വേക്ക് ഉണ്ടായി. പക്ഷേ അത് ഫാൾസാണ്. അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ന്യൂസില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. സൗദി അറേബ്യ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. അവരുടെ ഗോൾ കീപ്പർ അടിപൊളി ഗോൾ കീപ്പറായിരുന്നു. അപ്പോൾ ആ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. ആദ്യത്തെ ഗോളെന്ന് പറയുന്നത് സൗദി അറേബ്യ ഇങ്ങനെ ഇട്ട് കൊടുത്തു, ഒരു ഹെഡറിൽ കൂടെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെ ആരാണ് നല്ല പേരെന്തായിരുന്നു, അൽ അമ്രി എന്ന് പറയുന്ന സ്ട്രൈക്കറുണ്ട്. ഏതിൻ്റെ? സൗദി അറേബ്യയുടെ അൽ അമ്രി എന്ന് പറയുന്ന സ്ട്രൈക്കറുണ്ട്. ആ സ്ട്രൈക്കർ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇങ്ങനെ അങ്ങൊരു പുഷ് കൊടുത്തു, വന്നിട്ടൊരു ഹെഡർ അടിച്ചു. അത് ഗോളിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ 1-0 ലീഡിൽ സൗദി അറേബ്യ നിന്നു. അയാൾ എന്നിട്ട് നല്ല സെലിബ്രേഷനൊക്കെ ഇട്ടു. 1-0 ലീഡ് എടുത്തു സൗദി അറേബ്യ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഉറുഗ്വേ അവസാന നിമിഷമായപ്പോഴത്തേക്കും നല്ല രീതിയിലൊരു കട്ട് പാസ് കൊടുത്തത്. അത് ഗോൾ കീപ്പറിൻ്റെ അടുത്തേക്ക് അടിച്ചു. ഗോൾ കീപ്പറിനെ സേവ് ചെയ്തിട്ട് പുഷ് ചെയ്തപ്പോഴത്തേക്ക് റീബൗണ്ട് കിട്ടിയപ്പോഴത്തേക്കും കാലിൻ്റെ ഈ വശം വെച്ചിട്ട് ഒറ്റ അടി അടിച്ചു ഒരുത്തൻ. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ ആൾ. ഞാൻ പറയാം. പതിനഞ്ചാമത്തെ മാച്ചിൽ അൽ അമ്രി എന്ന് പറയുന്ന ആൾ ആദ്യമേ ഹെഡർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മാക്സി അറൗജോ എന്ന് പറയുന്ന ആളാണ് ഇതടിച്ചത്. അയാൾ ഇന്ത്യൻ ഒറിജിൻ പ്ലെയർ ആണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫാൾസ് ന്യൂസസൊക്കെ വന്നിട്ടായിരുന്നു. പക്ഷേ അത് ശരിയല്ല. അയാൾ അപ്പം തന്നെ അടിച്ചു. രണ്ടുപേരും ഒരേ സൈഡിൽ നിന്ന് തന്നെ അടിച്ചത് ഗോള്. എന്നിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ട് പിടിച്ചിട്ടുള്ളൊരു സെലിബ്രേഷൻ നടത്തി. അത് പെട്ടെന്ന് സുവാരസിനെ റിമെമ്പർ ചെയ്തു. സുവാരസ് 2024 ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർമെൻറ്റ് എടുത്തതായിരുന്നു. അപ്പോൾ ആളില്ല ഈ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1-1 തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂലി ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാലത്തിന് മുമ്പ് കളിച്ച രണ്ട് ടീമുകൾ തമ്മിലാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ഇതിൽ ഇറാൻ ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂസിലാൻഡ് ആദ്യമായിട്ടാണ് ഓഷ്യാനിയെന്ന് വന്നത്. ഓഷ്യാനിയെന്ന് കഴിഞ്ഞ പ്രാവശ്യം ന്യൂസിലാൻഡിന് വരാൻ വേണ്ടി പറ്റിയില്ല. ഡ്യൂ ടു വേരിയസ് റീസൺസ് ന്യൂസിലാൻഡിന് വരാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ 2-2 സമനിലയായിരുന്നു 16ാമത്തെ മാച്ച്. ഈ വേൾഡ് കപ്പിലെ 16ാമത്തെ മാച്ച്. അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. അതിൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ആദ്യമേ ആദ്യത്തെ മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 7ാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേക്ക് ജസ്റ്റ് എന്ന് പറയുന്ന ആൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു കിക്ക് അടിച്ചു. ആ കിക്ക് നേരെ പോസ്റ്റിലേക്ക് ചെന്ന് പോസ്റ്റിൽ നിന്ന് തിരിച്ച് റീബൗണ്ട് അടിച്ച് പിന്നെ അവിടെ കയറി ചെന്ന് കാല് വെച്ചിട്ടാണ് പുഷ് ചെയ്ത് ഗോളാക്കി. അപ്പോൾ ജസ്റ്റ് 1-0 ലീഡെടുത്തു. ന്യൂസിലാൻഡ് ലീഡെടുത്തു. പിന്നെ റസിയാൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇറാൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഗോൾ കീപ്പർ മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് അയാളെ പറ്റിച്ച് ഉള്ളിലേക്ക് ഈ കാലിൻ്റെ ടോയിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് അയാളിങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് അപ്പോൾ ഇറാനിന് 1-1 ആയി. ഇതൊക്കെ ഹൈലൈറ്റ്സ് കണ്ടതിൻ്റെ ഓർമ്മ കൊണ്ടാണ് പറയണത്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ ജസ്റ്റ് എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് അയാളൊരു പവർഫുൾ ഷോട്ടിലൂടെ 2-1 ആക്കി. ന്യൂസിലാൻഡിന് 2, ഇറാൻ 1 പിന്നെ മൊഹേബി എന്ന് പറയുന്ന ആൾ ഒരു കോർണറിൽ നിന്ന് കിട്ടിയ ഒരു ചാൻസ് ഹെഡർ അടിച്ച് ഗോളാക്കി. അപ്പോൾ 2-2 സമനിലയിൽ തീർന്നു. ഇത് ഇന്ന് രാവിലെ 6:30 നടന്ന ഒരു മാച്ചാണ്. നടന്ന മാച്ചാണ്. ഇറാൻ 2 ന്യൂസിലാൻഡ് 2 മാച്ച്. അപ്പോൾ ഇത് കണ്ടു. ഇനിയിപ്പോൾ പ്ലാൻ എന്ന് പറയണത് പിന്നെ അപ്പോഴത്തേക്ക് ഒരു 8:15 PM ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ മാച്ച് 16 എന്ന് പറയുന്നത് 2006 2010 നടന്നിരുന്ന ഇതാണ്.
ഫ്രാൻസ് ചാമ്പ്യന്മാരായിട്ട് വന്നതിന് ശേഷം 2010 ആദ്യത്തെ മാച്ചിൽ തന്നെ സെനഗൽ തോൽപ്പിച്ചായിരുന്നു ചാമ്പ്യൻസ് കേഴ്സ് കാരണം. അപ്പോൾ അത് 1-0 സെനഗൽ തോൽപ്പിച്ച ഫ്രാൻസിന്. അതേപോലെ തന്നെ സെയിം മാച്ച് തന്നെ ഇനി അടുത്ത മാച്ച് ഇന്ന് രാത്രി 12:30 നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 17 ജൂൺ 12:30 AM നടക്കുന്നത്, ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പിന്നെ നോർവേ വേഴ്സസ് എർലിംഗ് ഹലാൻഡിൻ്റെ ഡെബ്യൂ ആണ്. ഈ വേൾഡ് കപ്പിൽ എർലിംഗ് ഹലാൻഡിൻ്റെ ഡെബ്യൂ ഉണ്ട്. അത് ഇറാഖായിട്ടാണ് മാച്ച്. അത് 3:30 AM മാച്ച്. പിന്നെ 6:30 AM അർജൻറ്റീനയായിട്ട് അൾജീരിയയുടെ ഒരു മാച്ചുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനിയും അടുത്ത മാച്ചുകൾ. 16, 17, 18ാമത്തെ മാച്ചാണ് അർജൻറ്റീനയുടെ മാച്ച്. ഫിഫ വേൾഡ് കപ്പ് 2026 17ാമത്തെ മാച്ചാണ് അർജൻറ്റീനയുടെ മാച്ച്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നോക്കാറില്ല, യൂട്യൂബ് ചാനൽ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കാണാറുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കാണാറുണ്ട് ഞാൻ. അപ്പോൾ അമ്മൂമ്മ എന്നെ മുമ്പിലോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ച് ഇതാരുടെ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മേഘനയുടെ ഫോട്ടോയാണ്. ബാക്കി ആർക്കും തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല എൻ്റെ കസിന്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ആരെയും വിട്ട് കളഞ്ഞിട്ടില്ല, നിങ്ങളുടെ പോലെയല്ല ഞാൻ എൻ്റേതായ ഒരു റെസ്പെക്റ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റോടെ തന്നെ ഞാൻ എല്ലാവരോടും പെരുമാറും, എല്ലാവരും റിമെമ്പറും ചെയ്യാനുണ്ട്. ആ മാമയ്ക്ക് പോലും തിരിച്ചറിയാൻ വേണ്ടി പറ്റിയില്ല മേഘനെ, പക്ഷേ എനിക്ക് മാത്രം തിരിച്ചറിയാൻ വേണ്ടി പറ്റി. പിന്നീട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ AMD ഒഫീഷ്യൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ. പിന്നെ ഡോണിക്സ് ക്ലാഷ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ധ്രുവരാത്തയുടെ കേൾക്കാറുണ്ട്, അത് ഇട്ടിട്ടില്ല. വ്ളോഗ്സിലും ഇട്ടിട്ടില്ല. പിന്നെ ടോക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് സീഷാൻ എന്ന് പറയുന്ന ഒരാളുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അയാളുടെ വീഡിയോസ് 2-3 കണ്ടു. അത് ഫ്രാൻസ് വേഴ്സസ് സെനഗൽ പ്രിവ്യൂ, ക്യാൻ സെനഗൽ ഷോക്ക് ഫ്രാൻസ് അഗെയിൻ. അതാണ് ടോക്ക് ഫുട്ബോൾ ET എന്ന് പറയുന്ന ചാനലിലാണ് അയാൾ ഇട്ടിരുന്നത്. പിന്നെ കേപ്പ് വെർഡെ ഷോക്ക് സ്പെയിൻ, സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ വാസ് സ്പീക്ക് ഫുട്ബോൾ, ടോക്ക് ഫുട്ബോൾ HD അയാൾ ഇട്ടിരുന്നത് ചാനൽ. പിന്നെ അർജൻറ്റീന വേഴ്സസ് അൾജീരിയ വേൾഡ് കപ്പ് മാച്ച് പ്രിവ്യൂ, ക്യാൻ മെസ്സി ഡു ഇറ്റ് അഗെയിൻ. അപ്പോൾ അത് കണ്ടു. ഇയാളുടെ മൂന്ന് വീഡിയോസ് കണ്ടു. ഇതാണ് ഇന്ന് റിലീസായ വീഡിയോസ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒരു 8:45 PM ആയി. പിന്നെ കുറച്ച് റീൽസ് കണ്ടു. അത് യൂട്യൂബിലാണ് കണ്ടത്. അത് സാനിയ ഫാത്തിമ ആസ് ദി പോലീസ് ഓഫീസറിന് അവരുടെ കിടിലൻ അഭിനയമാണെന്നാണ് പറഞ്ഞത്. റീൽസിൽ ഞാൻ കണ്ടു. അപ്പോൾ അവരെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കി. സാനിയ ഫാത്തിമ എന്ന് പറയുന്ന അവർ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അവരുടെ ഇതിനെ കുറിച്ച് നോക്കി. ദൃഢൻ സിനിമയിലെ കുറച്ച് ഇതൊക്കെ കണ്ടു. പിന്നെ ടോം ഹോളാൻഡും സേണ്ടയും കൂടി ഇന്നലെ ചൈനയിൽ പോയിട്ട് ആദ്യമായിട്ട് ഹസ്ബൻഡ് വൈഫ് ആയതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ ചൈനയിൽ പോകുന്നത്. അപ്പോൾ ചൈനയിൽ പോയിട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നാളെ മുതൽ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 31 സിനിമയുടെ ഓപ്പണിംഗ് ഡേ. എനിക്ക് കാണാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ട് വിദ്യാമ്മ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്പൈഡർമാനിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ബനിയൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ആ ബനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരു 9 PM ആയി. അപ്പം തന്നെ ഞാൻ ചാടിക്കയറി. അപ്പം എനർജി വെച്ച് പിന്നെ അപ്പം തന്നെ ചാടിക്കയറി ടോയ്ലറ്റിൽ പോയി. പിന്നെ ഹോട്ട് വാട്ടർ, നല്ല ചൂടുവെള്ളത്തിൽ ഞാൻ കുളിച്ച്. ബിക്കോസ് കോൾഡ് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൾഡ് ആൻഡ് ഫീവർ പിടിക്കും. അത് കാരണം ഞാൻ ഹോട്ട് വാട്ടറിൽ കുളിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ മേളിൽ പോയി. ആ ഒരു വാമോസ് എനർജിയിൽ തന്നെ ഞാൻ പോയിട്ട് മേളിലേക്ക് പോയി. പിന്നെ ഡ്രസ്സ് ഇട്ടു, മേളിലൊക്കെ അടച്ചു പൂട്ടി. പിന്നെ നപ്പുപ്പില്ലല്ലോ, അപ്പോൾ അടച്ചു പൂട്ടിയിട്ട് താഴത്തേക്ക് വന്നിട്ട് മുമ്പിലൊക്കെ അടച്ചു പൂട്ടി ന്യൂസ് പേപ്പറെല്ലാം മേളിലേക്ക് വെച്ച് ഞാൻ താഴത്തേക്ക് വന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ ഒരാഴ്ചത്തെ ഡ്രസ്സുകളെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. മുമ്പിൽ പോയി ഗേറ്റൊക്കെ പൂട്ടി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 9:30 PM ആയി. അപ്പോൾ വിദ്യാമനെ വിളിച്ചിട്ട് എൻ്റെ വാമോസ് എനർജിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് വീഡിയോ കോളിലാണ് വിളിച്ചത് എൻ്റെ സാംസങ് മൊബൈലിലൂടെ. എന്നിട്ട് പിന്നെ ഞാൻ ചോറ് 9:30 PM 16 ജൂൺ 2026 9:30 PM ഒക്കെ ആയപ്പോഴത്തേക്കും ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു ഇവിടെ. ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തു. ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ആകും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഞാൻ അർജൻറ്റീന ജയിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എനിക്ക്
എയ്ത്ത് റാങ്ക് കിട്ടാനും അതുപോലെ തന്നെ +2 ഫുൾ A+ കിട്ടാനും ഒക്കെ എനിക്ക് ധൈര്യം തന്നില്ല. ഈ കേരള എറയിലെ എനിക്ക് ഈ ഗ്ലോറിയസ് കേരള എറയാക്കി മാറ്റാൻ വേണ്ടി സഹായിച്ച ഈ അർജൻറ്റീനയുടെ എൻകറേജ്മെൻറ്റാണ്. അർജൻറ്റീന ആദ്യമായിട്ട് വേൾഡ് കപ്പിലെ ഈ വർഷം നാളെയാണ് ഫസ്റ്റ് മാച്ച് 6:30 AM. അപ്പോൾ എനിക്ക് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ ട്രിബ്യൂട്ടായിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തതായി 3 സ്റ്റാറും കൊണ്ടുള്ള സെൽഫിയൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ഇട്ട് എൻ്റെതായ വാക്കുകളിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യത്തെ പോസ്റ്റ് ഇട്ട് അപ്പോൾ തന്നെ 9:30 9:45 PM ഒക്കെ ആയപ്പോഴത്തേക്ക് ടുഗദർ എന്ന് പറയുന്നത് ഏതോ ഇത് ലിയോണൽ മെസ്സിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ലിയോണൽ മെസ്സിയുടെ പിക്ചറും ജുൻടോസ് എന്ന് പറഞ്ഞ അർജൻറ്റീനൻ വാക്കിൽ ടുഗദർ എന്നാണെന്ന് ഒരു റീലിൽ നിന്ന് കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടു, എൻ്റെ സെൽഫി എടുത്തിട്ട് മെസ്സിയുടെ സ്റ്റാറ്റസിൻ്റെ കൂടെ പിൻ ചെയ്തിട്ട് ഞാൻ ഇട്ടു, ടുഗദർ ടുമാറോ ദി ഡിഫെൻഡിങ് വേൾഡ് ചാമ്പ്യൻസ് ആർ കമ്മിങ്, ദി ടീം ഹു വാസ് ദി മെയിൻ റീസൺ ഫോർ മീ ടു ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്യാരക്ടർ ഫ്രം എ ഹംബിൾ ആൻഡ് ഒബീഡിയൻറ്റ് boy to a successful man and a determined person. The main reason for my glorious Kerala era since 2021 and the main reason for the achievement of a full A+ in +2. St. Ignatius HSSKJM 2021 to 2023. The main reason for me to achieve 8th rank for BA Political Science under MG University DB College Talalaparaba 2023 to 2026. Though there wins and domination in the world football since 10th October 2019 draw versus Germany, Copa America 2021 defeating Brazil at Maracana, Finalissima 2022 defeating Italy in Wembley, FIFA World Cup 2022 defeating France at Lusail Stadium, Qatar, Copa America 2024 defeating Colombia at United States of America. The clinical world football domination so from 2019 to present is inevitable. Even if we lose or unable to defend this title this year or lose in the early stages, I am proud to be a fan of Argentina and Lionel Messi because there is a similarity between it and me. From 2005 to 2010, we lost many times as the people criticized me and even I got humiliated in the front of my peers, tutors and others. But from 2021, we showed ourselves that to the world that we are champions and we know how to conquer our area in the world. Gracias Argentina, vamos Argentina. I shall continue to support even if we wins or loses. Gracias. 16th June 2026 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ ശേഷം അപ്പം തന്നെ വേറൊരു പോസ്റ്റ് ഇട്ട് എൻ്റെ 2023 1 ഇയറിന് ശേഷം വരച്ച മെസ്സിയുടെ ഫോട്ടോ ഇതാ, ഈ മെസ്സിയുടെ ഈ ഫോട്ടോ. പിന്നെ അതുപോലെ തന്നെ മെസ്സിയുടെ കോപ്പ അമേരിക്ക 2024 ജയിച്ചതിന് ശേഷം ഇട്ട ഫോട്ടോ. ഈ 2 ഫോട്ടോയും പങ്കുവച്ചിട്ട് ഫസ്റ്റ് വൺ I draw on 18th December 2023, 1 year after Messi won the FIFA World Cup 2022. Second one I draw just after Messi won Copa America in 2024 on July. We are coming just to try for FIFA World Cup. Vamos Argentina. ഇതിട്ടതിന് ശേഷം ഇതിട്ട് സമയം ഒരു എത്ര മണിയായി, സമയം ഒരു 10 മണിയായി. അപ്പോഴത്തേക്കും ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അങ്ങനെ വയ്ക്കാറില്ല. ഞാൻ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അഡിക്റ്റായി പോകും. മറ്റേ റീൽസ് ഇങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഉറക്കം വരില്ല, ഒരു ടൈപ്പ് ടെൻഷനും വരും. അത് കാരണം ഞാനിങ്ങനെ വിചാരിച്ച് ഇത് ചെയ്യാമെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മൂമ്മയുടെ അടുത്ത് പോയി. അമ്മൂമ്മയുടെ ഇതിൽ ശേഷം എന്താ അതിനുശേഷം അമ്മൂമ്മയുടെ ഇതിൽ എന്തോ ചോദിച്ചു. അമ്മൂമ്മയുടെ മൊബൈലിൽ വേണമെന്ന് പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയേണ്ട വരും, അല്ലാതെ എനിക്ക് എൻ്റെ മൊബൈലിൽ തന്നെ വ്ളോഗ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് കാരണം അമ്മയുടെ മൊബൈലിൽ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും മഹീബ് സാർ എന്തോ മെഡിക്ലെയിമിനെ കുറിച്ചിട്ട് എന്തോ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി മഹീബ് സാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അപ്പോഴത്തേക്കും തന്നെ ഞാൻ പറഞ്ഞു ഇത് ലേറ്റ് ആവും, ഞാൻ ഉറങ്ങാൻ വേണ്ടി ലേറ്റ് ആവും, നാളെ രാവിലെ 6:30 എണീറ്റിട്ട് ഫിഫ വേൾഡ് കപ്പ് മാച്ച് അർജൻറ്റീനയുടെ കാണേണ്ടതാണ്, അപ്പോൾ എനിക്ക് തരാൻ വേണ്ടി വരും. ഞാൻ അപ്പം തന്നെ എയ്റോപ്ലെയിൻ മോഡിലിട്ടിട്ട് ഇത്
അപ്പോൾ തന്നെ അമ്മ എനിക്ക് 2-3 ഫോട്ടോസ് എടുത്ത് അയച്ചു തന്നു. ഇതാണ് ഈ ഫോട്ടോസൊക്കെ അയച്ചു തന്നു ബുള്ളറ്റിൻ്റെ. അത് മഹേഷ് മാമൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തിന് യൂസ് ചെയ്തിരുന്നൊരു ഇതാണ്. എന്നോട് പറഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ ഇതൊന്ന് OLX ഇടണം. ഇത്രയും കാര്യങ്ങൾ ഓരോ ദിവസവും വന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഇൻഫോർമേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് പറ്റൂല ഇത്രത്തോളം ഇൻഫോർമേഷൻ. അത് കാരണമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യണത്. ഡയറി എഴുതാൻ എനിക്ക് തോന്നുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോഴത്തേക്കും ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നെ വീണ്ടും എന്തിനാ ഇത് ചെയ്യണം. പക്ഷേ എനിക്ക് ഇത്രത്തോളം ഇൻഫോർമേഷൻ എനിക്ക് ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അത് അമ്മേനോടുള്ള തെറ്റല്ല പറയുന്നത്, നല്ല കാര്യമാണ് ചെയ്യണത്. പക്ഷേ എനിക്ക് ഇത്രത്തോളം ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ എനിക്കിത് തലയിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ എൻ്റെ തലയിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ സാധനം എനിക്ക് അയച്ചു തന്നു. ബുള്ളറ്റാണ്, മഹേഷ് മാമൻ്റെ പണ്ടത്തെ ബുള്ളറ്റാണ്. ഇവിടെ ദുബായിൽ പോയതിന് മുമ്പ് ഇവിടെ റെഗുലറായിട്ട് യൂസ് ചെയ്തിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു OLX ഇടണം എന്ന് പറഞ്ഞു എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു. അമ്മയുടെ മൊബൈലിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ കയ്യിലേക്ക് ആക്കിയിട്ട് അത് യൂട്യൂബിലിടും, എൻ്റെ വ്ളോഗായിട്ട്. ഇന്നത്തെ ബെൽജിയം വേഴ്സസ് ആരാണ് ഈജിപ്ത് മാച്ചിൻ്റെ റിവ്യൂവും പിന്നെ അതിൻ്റെ പോസ്റ്റ് വ്ളോഗും ആയിട്ട് ഞാൻ ഇടും. അപ്പോൾ എന്നോട് പറയരുതൊരു കാര്യം. പിന്നെ ഉള്ളി വന്നു ഒരു 10:30 PM ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ വ്ളോഗ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ 1 hour 56 minutes 57 minutes ആകാറായി. അപ്പോഴത്തേക്കും ഞാൻ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തേക്കും സമയം എന്ന് പറയണത് 23:37 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:37 PM ഓഫ് 16th June 2026 ആയി. പിന്നെ നാളെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഒരു ടൈപ്പ് പേടിയുണ്ട്. അർജൻറ്റീന, എൻ്റെ ടീമായിട്ടുള്ള അർജൻറ്റീന, ലിയോണൽ മെസ്സിയുടെ ടീമായിട്ടുള്ള അർജൻറ്റീന നാളെ ഇവരുടെ എതിരെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുക. അതിന് മുമ്പ് ഞാൻ വ്ളോഗ് എടുത്തതേ ഉള്ളൂ, അതിന് യൂട്യൂബിലിടും. വേറെ ഒന്നുമില്ല. ഇപ്പം തന്നെ സമയം 12 AM ആവും. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് കാരണം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 11:37 PM ഓഫ് 16th June 2026 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകും. അതിനു മുമ്പ് ഇൻഷാള്ള അതുപോലെ തന്നെ മേ ദി ഗോഡ് give the situation for Lionel Messi and the teammates so that they can play in a wonderful way in this FIFA World Cup. FIFA World Cup എപ്പോഴും ഫ്രണ്ട്ലീസും ബാക്കിയുള്ള കോമ്പറ്റീഷനേക്കാളും നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായിരിക്കും. മാക്സിമം നല്ല രീതിയിൽ ട്രൈ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കണത്. ഞാനും സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഈവൺ ഇഫ് വി വിൻ ഓർ ലൂസ്, വി ഓൾവേസ് സപ്പോർട്ട് ദി അർജൻറ്റീന നാഷണൽ ടീം ബിക്കോസ് അർജൻറ്റീന നാഷണൽ ടീം ഹാസ് പ്രൊവൈഡഡ് മീ വിത്ത് ദി കോൺഫിഡൻസ് ടു അച്ചീവ് ദീസ് ടൈപ്പ് ഓഫ് തിങ്സ്, extraordinary things in my life, such as 8th rank for BA Political Science under MG University and full A+ in and providing 50 A+ for St. Ignatius in the academic year, which is a record still now. They have not been able to achieve this after I left that place. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 58 minutes ആയി, ഒരു മണിക്കൂർ ആകാറായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. ഇപ്പം തന്നെ തീരും. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:38 PM ഓഫ് 16th June. 17th June രാവിലെ 6:30 അർജൻറ്റീനയുടെ മാച്ച് തുടങ്ങണം. ഇപ്പോൾ സമയം രാത്രിയാണ്, ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞാൻ ഇപ്പം തന്നെ കിടന്നുറങ്ങും. അപ്പോൾ സി യു ടുമാറോ ഫോർ വാച്ചിങ് അർജൻറ്റീന വേഴ്സസ് അൾജീരിയ മാച്ച്. സൈനിങ് ഓഫ്.